ഹായ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. ഓരോ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മളെ മുമ്പിൽ 90% സാധ്യതകളും 10% ചലഞ്ചുകളും കാണുകയുള്ളൂ. എന്നാൽ ബിസിനസ് തുടങ്ങിയതിന് ശേഷം നേരെ തിരിച്ചാണല്ലേ. 10% സാധ്യതയും 90% ചലഞ്ചുമായിരിക്കും. ഹ്യൂജ് എമൗണ്ട് ഒക്കെ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അത് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം എന്ന് വ്യക്തമായ സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് ആവശ്യമായ ക്യാപിറ്റൽ ഫണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരികയും അത് മുമ്പോട്ട് പോകാൻ ചില തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഫണ്ടിങ്ങിന്റെ ആവശ്യം വരുന്നത്. നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റർ ആയിട്ടും പലതരം സ്രോതസ്സിലൂടെ നമ്മൾ ഫണ്ടിങ്ങിന് മുതിരാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് വ്യക്തമായ രീതിയിൽ ഫണ്ടിങ് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലെവലിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ടേൺ ഓവർ ഡബിൾ ഓർ ട്രിപ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടിങ്ങിലേക്ക് മുതിരുന്നത് തന്നെ. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് പോവാൻ. വ്യക്തമായ രീതിയിൽ പഠിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോ ഓൺട്രപ്രണേഴ്സിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ബില്യണേഴ്സ് മൈൻഡ് സെറ്റ് ഫണ്ടിങ് മെത്തേഡ് എന്നുള്ളത്. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു സെക്യൂർ ഫണ്ടിങ് ആണ്. നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് എങ്ങനെ സ്വീകരിക്കാം, എങ്ങനെ ഒരു ബില്യണർ മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ ബിസിനസ് ലെവലിൽ നിന്നും മാറി നമ്മൾ എങ്ങനെ ഒരു ബില്യണേഴ്സ് മൈൻഡ് സെറ്റിലേക്ക് മാറാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുന്നത്. ബില്യണറിലേക്ക് മാറാം എന്നുള്ളത് മാത്രമല്ല, അത് മാറിയവനായിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് ശേഷം തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് പോകുന്നത് തന്നെ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ഫണ്ടിങ് മെത്തേഡ്സ്, പലതരത്തിലുള്ള ഫണ്ടിങ് മെത്തേഡുകൾ, അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ്, അത് ഏത് രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്താലാണ് എൻ്റെ ബിസിനസ്സിനെ ഞാൻ ഡബിൾ ഓർ ട്രിപ്പിൾ ആക്കാൻ കഴിയുക, അതിൻ്റെ പ്ലാൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ റിസർച്ച് അനാലിസിസ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡയനാമിക് മെത്തേഡുകൾ. ഈ നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ പല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ഇതിൽ എങ്ങനെയാണ് അവരോട് നേരിടുന്ന രീതിയിൽ നമ്മളെ ഫണ്ടിങ്ങിന്റെ യൂസ് എങ്ങനെ ആയിരിക്കണം, നമ്മളെ വാല്യൂ പ്രപ്പോസിഷൻ ഡെഫിനിഷൻ എങ്ങനെ ആവണം എന്നുള്ളതാണ്. നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഏത്, നമ്മളെ ടാർഗറ്റിലേക്ക് നമ്മൾ എങ്ങനെ റീച്ച് ചെയ്യും, അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ ബ്രാൻഡിങ്, പൊസിഷനിങ്, അതിലെങ്ങനെ സെയിൽ ഫണൽ ക്രിയേറ്റ് ചെയ്യാം, നമ്മളെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏതാണ്, ഏത് രീതിയിലാണ് നമ്മളെ ഫണ്ടിങ് മെത്തേഡ് സ്വീകരിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം എന്തിന് പഠിക്കണമെന്ന് ഇതിൻ്റെ ഇടയിൽ തോന്നിയിട്ടുണ്ടാവും അല്ലെ. ഇത് പഠിക്കേണ്ട ആവശ്യകത എന്നാൽ നമ്മളൊരു ഫണ്ടിങ്ങിന് വേണ്ടി ഔട്ട്സൈഡിൽ നിന്ന് ഒരു സ്രോതസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടി, എങ്ങനെ എന്നുള്ള വ്യക്തമായ പ്ലാനിങ്, നമ്മുടെ ടീം എങ്ങനെയാണ്, നമ്മളെ റിസോഴ്സസ് എന്തൊക്കെയാണ്, നമ്മളെ മാനേജ് ചെയ്യുന്ന രീതി എന്താണ്, നിങ്ങളെ ടെക്നോളജീസ് എന്തൊക്കെയാണ്, നിങ്ങളെ പ്രൈസിങ് എന്താണ്, നിങ്ങളെ കമ്മിങ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ഏത് രീതിയിലാണ് പോകുന്നത്, അതിനെ നിയന്ത്രിക്കാൻ ആരാണ്, ഇത്രയും ഫണ്ടിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരാണ്, നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യുന്ന പ്രോപ്പർ മെത്തേഡ് എന്താണ്, ഈ പ്രൊഡക്റ്റിനെ നിങ്ങളിലേക്ക് വരുന്നതും അത് ഔട്ട്പുട്ടായി പോകുന്നതും, അല്ലെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, ആ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് തുടങ്ങിയ അനവധി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നിങ്ങളെ ബിസിനസ്സിലേക്ക് ഒരു ഫണ്ടറെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് മാനേജ്മെന്റും ഇതിൻ്റെ കറക്റ്റ് രീതികളും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പുറത്തു നിന്ന് ഒരു ഫണ്ടറെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ ആ കയറ്റിയതിനുള്ള പ്രതിഫലവും അതിലേക്കുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വേയും ഒരു പാത്ത് നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ആന്ത്രപ്രണർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അതൊരു അഭിമാനം തന്നെയാണ്. ഏതൊരു രീതിയിലും സമൂഹമാണെങ്കിലും സർക്കാരാണെങ്കിലും അതിനെ അഭിമാനത്തോടു കൂടി നോക്കി കാണുന്നതാണ്. നമ്മുടെ ബിസിനസ്സിനെ
ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നതും നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനും നമ്മളെ ലൈഫ് എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൺട്രപ്രണർക്ക് ഉണ്ടാവുക. ഈ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ പലതരം 100 ഫണ്ടിങ് മെത്തേഡുകളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുന്നതും ഒരു ബില്യണർ എന്നുള്ളതിലേക്ക് നിങ്ങളെ ടിസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ്. ഇതിന് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പലതരം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലതരത്തിലുള്ള ചെയിൻ മാനേജ്മെന്റ്സ് എന്തൊക്കെയാണ്, നിങ്ങളെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, നിങ്ങളെ ഓൺ മാനേജ്മെന്റ്, ലൈഫ് മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ, ക്വാളിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് എങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ലീഗൽ പാർട്ട് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കൺസിഡറേഷൻ ആണ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ ബിസിനസ് സ്ട്രക്ചർ LLP ആണോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, അതിനുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഇതിന്റെ ടാക്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അക്കൗണ്ട്സ് എങ്ങനെ മാനേജ് ചെയ്യാം, ഫിനാൻഷ്യൽ മോഡലിംഗ് എന്തൊക്കെയാണ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ബാലൻസിങ്, ബഡ്ജറ്റ്, ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് അനാലിസിസ് തുടങ്ങിയ അനവധി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലുള്ള ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട അനവധി കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. ഈ ഫിനാൻസിന്റെ ഡെപ്റ്റ് ഫിനാൻസിങ്ങും നിങ്ങളെ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്ന രീതികളും, ഇക്വിറ്റി ഫിനാൻസിങ്ങും, അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, പ്രൈവറ്റ് ഇക്വിറ്റി, ക്രൗഡ് ഫണ്ടിങ് എന്നെ സ്വീകരിക്കാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, മെർജ് ആൻഡ് അക്വിസിഷൻ, ഡ്യൂ ഡെലിഗൻസ്, ഇത്തരത്തിലുള്ള 100-ലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് ഒരു ഫണ്ടിങ്ങിന് എന്തിനാണ് ഇത്രയധികം ഡീപ്പായിട്ടുള്ള പഠനം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നെഗോസിയേഷൻ കാര്യങ്ങളിലും സ്കിൽസിലും എല്ലാം നിങ്ങൾ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. കാരണം ഒരു ഫണ്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അയാൾ നമുക്ക് എന്തൊക്കെ നോളജാണ് ഇതിനകത്തുള്ളത്, ഇതിൽ നമുക്ക് ഇൻ ഡെപ്തിൽ എന്തൊക്കെ അറിയാം, വെറും ഒരു ആന്ത്രപ്രണർ മാത്രമാണോ, അല്ലെങ്കിൽ എല്ലാം പഠിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യുന്ന ഒരു ആന്ത്രപ്രണർ ആണോ എന്ന് ഫണ്ടർ സൂക്ഷ്മമായിട്ടും വ്യക്തമായിട്ടും നിരീക്ഷിക്കും എന്നുള്ളതാണ്. അതിന് വ്യക്തമായ ആൻസറിങ്ങും ആ ഒരു മൈൻഡ് സെറ്റും അതിന് അനുയോജ്യമായ ആളാണ് എന്നുള്ളത് ഉറപ്പുവരുത്തി സ്വയം ധൈര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഫണ്ടറുടെ മുമ്പിലേക്ക് പോകാനുള്ള ഒരു ശക്തിയും അതിലേക്കുള്ള ഒരു എനർജി, ആ ഒരു മോഷൻ എങ്ങനെയാണെന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ളത് മാത്രമല്ല, ഇതിന് ഡോക്ടർ PP വിജയന്റെ കൂടെ മെന്റേഴ്സിന്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. BMS 6 ഫണ്ടിങ് മെത്തേഡ് എന്നുള്ള പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അവിടെ വെച്ച് കാണാം. See you, bye bye.